അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ റഹ്മത്തുള്ള കാസിമി മുത്തേടം അദ്ദേഹം ഒരിക്കൽ വഹാബികളങ്ങനെ ഖണ്ഡനം പറഞ്ഞുകൊണ്ട് വഹാബികളുടെ പ്രവർത്തന ശൈലിയും അവരുടെ കടന്നുകയറ്റങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ വഹാബിയത്ത് പറഞ്ഞ സാധനം അത് എല്ലായിടത്തും കയറി പിടിച്ചിട്ടുണ്ട് എന്നും സമൂഹത്തിലെ എല്ലാ മേഖലയിലും അവർ അവലംബമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പാണക്കാട്ടെ തറവാട്ടിൽ പോലും വഹാബി ആശയങ്ങളുണ്ട് എന്നും, പഴയ കാലത്തൊന്നും വഹാബികൾ പാണക്കാട്ട് തറവാട്ടിലില്ലായിരുന്നു, ഇപ്പം പാണക്കാട്ടെ തറവാട്ടിൽ വരെ വഹാബികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെ വരെ വഹാബി ഉണ്ട് എന്ന് പറഞ്ഞു. വഹാബി എന്ന് പറയുമ്പോൾ അർദ്ധ വഹാബിയായ സുഹാബി ആയിരിക്കുമെന്ന് നമ്മൾ പലരും മനസ്സിലാക്കി. അതൊക്കെ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ ഇങ്ങനെ സംഗതിയൊക്കെ വഹാബികളോട് ലേശം ലേനം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു അർദ്ധ സുഹാബി ആയിരിക്കും. വഹാബി എന്ന് പറയാൻ മാത്രം കാരണം പാണക്കാട്ടെ തങ്ങന്മാരെന്ന് പറയുമ്പോൾ വെള്ളം മന്ത്രിച്ച് ഊതലും ഉറുക്കോതി കൊടുക്കലും അങ്ങനെയൊക്കെയാണല്ലോ അവരുടെ മൈഷ്യത്തും കാര്യങ്ങളും നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വഹാബികൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു നമ്മളൊക്കെ ധാരണ. പക്ഷേ ആ ധാരണകളൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ചിലപ്പോഴൊക്കെ പല പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു ക്ലിപ്പ് അപ്പുറം ഞാൻ കേട്ടിട്ടില്ല, ഇപ്പുറം ഞാൻ കേട്ടിട്ടില്ല. കേട്ട ഭാഗം ഞാൻ അപ്പുറം കേട്ടാലും ഇപ്പുറം കേട്ടാലും കേട്ട ഭാഗം പറയല്ലാതെ നിവൃത്തിയില്ല. നിങ്ങൾ കേട്ടു നോക്കി. വളരെ ബ്രില്യൻ വുമൺ, അത്രയും പ്രതീക്ഷിച്ചില്ല. മുനവർലി തങ്ങളുടെ മോളാണ്. വളരെ സെക്യുലറായിട്ട് മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് കേരള പൊളിറ്റിക്സ് ഏറ്റവും സെക്യുലറായിട്ടുള്ള ഫാമിലിയാണ്. എനിക്ക് നേരിട്ടറിയാം. ഭാഷയോ ജാതിയോ ഒന്നുമില്ല. അവിടെ വരുന്നവരെ, ആ മുറ്റത്ത് വരുന്നവരെ എല്ലാ പ്രശ്നവും തീർത്തിട്ടേ വിട്ടിട്ടുള്ളൂ. 20 ലക്ഷം രൂപ 1 മണിക്കൂറുണ്ട്. ഒരു തമിഴ് വുമൺ അവരുടെ ആരോ പരീക്ഷയ്ക്ക് വിധേയമായപ്പോൾ അവിടെ കോമ്പൻസേഷൻ മണി 1 മണിക്കൂർ കൊണ്ടാണ് തങ്ങൾ പിരിച്ചു കൊടുത്തത്. അവരോട് ആരോ പറഞ്ഞു പാണക്കാട് മുറ്റത്ത് നിന്ന് ആ പൈസ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ റിയലി ആ ഫാമിലി മെമ്പറിന് ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് പറയാൻ മാഡത്തിന് ചോദിക്കണം, മാഡത്തിന് പറഞ്ഞ കൾച്ചർ റിലീജിയൻ്റെ മേലെ വരുന്നു, ഖുർആൻ്റെ മേലെ കൾച്ചർ വരുന്നു. ഇപ്പോൾ മക്കയിൽ ആ കഴബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീബി ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു, പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി അറിയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. ഈ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാതെ ഇരിക്കുക എന്നത് ചില മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അതിന് മുമ്പൊക്കെ പള്ളിയിലേക്ക് പോകാൻ പോണി കുഴപ്പമൊന്നുമില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വഹാബികൾക്ക് അനുകൂലമായുള്ള ഒരു മതവിധി ഫത്വയാണ് ഈ മാഡത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തികച്ചും സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധമാണ്. ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞെടുക്കുമ്പോൾ വഹാബി മൗദൂദികളുടെ സ്ഥാപനത്തിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ അവരുടെ സ്വഭാവം തീർച്ചയായും ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ചിന്തിക്കപ്പെടേണ്ടത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ പോലും ഇത്തരം വഹാബി ആശയങ്ങൾ പരസ്യമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മുമ്പ് റഹ്മത്തുള്ള കാസിമി പറഞ്ഞത് ശരിവെച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എത്ര സ്ത്രീകൾ വരും? അതിനേക്കാളും വലിയ അത്ഭുതം പാണക്കാട്ടെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് പരസ്യമായി ടി-വിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്കിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് കല്യാണത്തിൻ്റെ ഏതൊരു ഫോട്ടോ വന്നതിന് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും വലിയ ജോറിയിലാണ് ടി-വിക്ക് മുമ്പിൽ വന്നിട്ട്, അതും ഹിജാബൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ. ഇപ്പം നമ്മളിത് പറഞ്ഞാലും ജത്ത അഫ്ഗാനിയാണോ പാകിസ്ഥാനിയാണോ താലിബാനിയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവരൊക്കെ വല്യമ്മമാരും വല്യാപ്പന്മാരൊക്കെ ഇവിടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. ഇവരൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ഇങ്ങനെ നടന്നിരുന്നോ? ചിന്തിക്കണം. ഏതാണെങ്കിലും ഈ പറഞ്ഞ ആശയം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിനോട് എതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ദീന് അത് കേരളത്തിൽ കൊണ്ടുവന്നത് സഹാബത്താണ്. ആ സഹാബത്തിൻ്റെ മാതൃകയില്ലാത്തതാണ്, ഉത്തമ നൂറ്റാണ്ടിൻ്റെ മാതൃകയില്ലാത്തതാണ്. ആരാധനാലയങ്ങളാകുന്ന പള്ളികളിൽ പുരുഷനെ പോലെ സ്ത്രീകൾക്കും തുല്യ പങ്കാളിത്തം വേണമെന്ന് വാദിക്കുന്ന ചില ആളുകൾ
ഈ 100 വർഷത്തിൻ്റെ താഴെയായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് വരാൻ തുടങ്ങിയിട്ട്. ഈ 100 വർഷത്തോളം അവർ ആയി, അതിൻ്റെ താഴെയായി എന്ന് പറഞ്ഞിട്ടും ഇതുവരെ മിഹ്റാബ് അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല, മിമ്പറുകളും വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെന്ത് തുല്യ പങ്കാളിത്തമല്ല? പിന്നെന്ത് തുല്യ പങ്കാളിത്തം? ഏതെങ്കിലും ഒരു പുത്തനാശയക്കാരൻ്റെ പള്ളിയിൽ മിഹ്റാബിൽ നിന്ന് നിസ്കരിക്കുന്ന ജാമിദേനെ വിട്, ജാമിദയല്ലാത്ത വേറെ ഏതെങ്കിലും പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇനിയിപ്പോൾ എല്ലാ നിലക്കും ഫത്വ കൊടുക്കാനും പണ്ഡിതകളാകുന്ന സ്ത്രീകളാണല്ലോ പാണക്കാട്ട്. ഇപ്പം നമ്മൾ ഈ കണ്ട മുഖാവരണം പോലും ഇല്ലാതെ രംഗത്ത് പരസ്യമായി വന്ന ഈ സ്ത്രീ അടക്കം നാളെ മിമ്പർമ്മ കയറുമോ? ബർക്കത്തെടുക്കാൻ വേണ്ടി ഒരു സയ്യിദത്തായ പെണ്ണിനെ കൊണ്ട് നിങ്ങൾ ഖുത്ബ നടത്തിപ്പിക്കുമോ? ഇതൊക്കെ ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ നമിക്കേണ്ട ഒരു വിഷയം വേറുണ്ട്. ഇതിങ്ങനെയൊക്കെ വരുമെന്നും ഇതിങ്ങനെയൊക്കെ തന്നെ അവശേഷിക്കുമുള്ളൂ എന്നും വർഷങ്ങൾക്ക് മുമ്പ് റഹ്മത്തുള്ള കാസിമി മുത്തേടം പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആ മുത്തേടത്തിനിരിക്കട്ടെ നേരത്തെ കൊടുത്തതുപോലെ ഒരു കയ്യടി. ഏതായാലും കയ്യടിയല്ല, കയ്യടിൻ്റെ ഇസ്ലാമിക വിധിയൊന്നും ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ മുത്തേടം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു കയ്യടി കൂടി കൊടുത്താളി. എല്ലാപ്പം എന്താ ഇതിനൊക്കെ പറയാം? പണ്ട് പാണക്കാട്ട് വഹാബികളുണ്ടായിരുന്നില്ല, ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറി കൂടി. റഹ്മത്തുള്ള കാസിമി മുത്തേടം പറഞ്ഞ ഈ സംഗതിയെ സമകാലിക പല വിഷയങ്ങളും ശരിവെച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്നുണ്ടാകുന്ന പല സംഗതികളും റഹ്മത്തുള്ള കാസിമി പറഞ്ഞതിലേക്ക് ശരിവെച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അവർ അംഗീകരിക്കുന്ന പല സുഹാബികളോ അവരവസ്ഥ എന്താണ്? മറ്റുള്ളവരെ ട്രോളുമ്പോൾ സ്വന്തം ബീവി പറഞ്ഞതിനെ അവർ കണ്ടിട്ട് പോലുമില്ല. മുമ്പേതോ ഒരു പ്രസംഗത്തിൽ തമാശ രൂപത്തിൽ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അവതരിപ്പിച്ചൊരു വിഷയത്തെ വീഡിയോ ആക്കിയിട്ട് പല രൂപത്തിലും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കല്ല് വെച്ചിട്ടും പാറൻ്റെ ഇടയ്ക്കുന്ന് ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ബീവിൻ്റെ പ്രസ്താവന കണ്ടില്ല. ബീവിൻ്റെ പ്രസ്താവന പറയുമ്പോൾ ബീവിയും തങ്ങളും പറഞ്ഞു. കാരണം ബീവി അബ്ദുൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു മുമ്പ് വന്നിട്ട്. ബീവി പ്രസ്താവിച്ചു എന്ന് തങ്ങൾ പ്രസ്താവിച്ചു വരുമ്പോൾ തങ്ങളൊരു പാണക്കാട്ട തങ്ങളെ ബീവി തന്നെ പാണക്കാട്ട ബീവി അല്ല, വേറെ ഏതോ ഒരു ബീവിനെ പറ്റി പറഞ്ഞാൽ. നമ്മളെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ പത്രത്തിൽ വരലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബീവി പ്രസ്താവിച്ചു പറഞ്ഞാൽ പാണക്കാട്ട ബീവി തന്നെ പറയേണ്ട ദുരവസ്ഥ. അതും മറഞ്ഞ നിലക്കല്ല, തെളിഞ്ഞ രൂപത്തിൽ തന്നെ.